പോകാൻ പോകുന്നത് ഒബ്രോൺ മോളിലുള്ള ഹൈഫയർ എന്ന് പറഞ്ഞ എക്സിബിഷൻ കാണാനാണ്. ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. നല്ല എക്സിബിഷൻ ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടി ഇത് എത്തിക്കാമെന്ന് വിചാരിച്ചത്. ഇതിന് മുമ്പ് ഞാൻ അവരുടെ എക്സിബിഷൻസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല നല്ല പ്രോഡക്ട്സ് വാങ്ങിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോഴും പ്രോഡക്ട്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നിയതുകൊണ്ട് നമ്മൾ ഇന്ന് പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഷോപ്പിങ്ങും വീഡിയോ എടുക്കലും ഒരുമിച്ച് നടക്കില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്നലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഷോപ്പ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്നാണ് നമ്മൾ ഇനി പോയിട്ട് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്യുന്നത്. നല്ല നല്ല സെല്ലേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ഇതിലെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത്തരം അവസരങ്ങൾ യൂസ് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ പ്രോഡക്ട്സ് കൂടുതൽ ആളുകളിലേക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ റീച്ച് ആക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് എക്സിബിഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങി ചെല്ലേണ്ട വരും. നമ്മൾ കുഞ്ഞു കുഞ്ഞു ബ്രാൻഡല്ലേ, നമ്മൾ ബ്രാൻഡ് ഒന്ന് വലുതാക്കണമെങ്കിൽ ഇത്തരം പരിപാടികളൊക്കെ വളരെ നല്ലതായിരിക്കും. പിന്നെ ഹൈഫയറിന്റെ എക്സിബിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ മാസവും തന്നെ ഒബ്രോൺ മോളിൽ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ശോഭ സിറ്റിയിൽ നടക്കാറുണ്ട് തൃശ്ശൂർ, പിന്നെ കാലിക്കട്ട് കൊണ്ടുവന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ ഇത്ര ഒരു എന്റർപ്രണർ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സെല്ലറാണ്, റീസെല്ലറാണ്, അല്ലെങ്കിൽ വീട്ടിൽ സ്റ്റോക്ക് വെച്ച് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ഷോപ്പ് വളരെ ചെറുതാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പബ്ലിക് റീച്ച് കിട്ടണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ, അതൊരു നമുക്ക് സെയിൽ കൂട്ടാനുള്ള ഒരു മാർഗം കൂടിയാണത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഞാൻ ഹൈഫയറിന്റെ കോൺടാക്ട് നമ്പർ നമ്മളുടെ വീഡിയോയിൽ കൊടുക്കാം. പിന്നെ എന്താ പറയുക, നമുക്ക് ഇന്ന് പോയിട്ട് അവിടുത്തെ സെല്ലേഴ്സിന്റെ പ്രോഡക്ട്സ് ഞാൻ ഓരോന്നും നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന പോലെ. തിരക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ എടുക്കാമെന്നാണ് കേട്ടോ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഫസ്റ്റ് തന്നെ നമ്മൾ ജ്വല്ലറി സെക്ഷനിലേക്കാണ് കേട്ടോ. ജ്വല്ലറിയുടെ ആക്രാന്തമുള്ളത് കൊണ്ട് കറങ്ങി തിരിഞ്ഞ് നമ്മൾ ആദ്യം എത്തിയിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവരുടെ JB കളക്ഷൻസ് എന്നാണ്, JB ഇമിറ്റേഷൻസ് എന്നാണ് ഇവരുടെ കളക്ഷൻസിൻ്റെ പേര് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ തൃശ്ശൂരാണ് ഇവർ ബേസ്ഡ് ആയിട്ട് വരുന്നത് കേട്ടോ. കുറുക്കഞ്ചേരിയാണ് ഇവർ സ്ഥലം വരുന്നത്. പിന്നെ ഇവർ ഹോൾസെയിലായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവർക്ക് തന്നെ മാനുഫാക്ചേഴ്സ് ഉണ്ട്, സ്വന്തം യൂണിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഫിനിഷിങ്ങാണ്. സ്വർണ്ണത്തെ വെല്ലുന്ന ഫിനിഷിങ്ങിലാണ് ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുള്ളത്. അത്രയും രസമായിട്ടുണ്ട്. പിന്നെ ട്രഡീഷണൽ ജ്വല്ലറിയാണ് ഇവരുടെ സ്പെഷ്യലായിട്ട് വരുന്നത്. അപ്പോൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ അത്രയും അടിപൊളിയാണ് കേട്ടോ ഇവർ ഓരോ കളക്ഷൻസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്റ്റഡ് കളക്ഷനും അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അവർ ഈ പറഞ്ഞ പോലെ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ട്രഡീഷണൽ ഐറ്റംസിലാണ്. അതും ഈ പറഞ്ഞ പോലെ ഒന്നിനൊന്ന് എല്ലാം സൂപ്പർബാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് നമ്മൾ ജാൽ എന്ന് പറഞ്ഞ കളക്ഷൻസിലാണ്. അവർ കൊടുങ്ങല്ലൂരാണ് ബേസ്ഡ് ആയിട്ട് വരുന്നത്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഓൺ പ്രോഡക്റ്റ്സ് ആണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല അടിപൊളി കുർത്തീസാണ് ഇവരുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇവരുടെയും ഈ പറഞ്ഞ പോലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ സമയത്ത് കണ്ടു നോക്കാൻ മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് സോൾ എന്ന് പറഞ്ഞ സ്റ്റോറിലാണ് കേട്ടോ. ഇവർ സോൾ നാച്ചുറൽസ് എന്നാണ്, ഇവർ ഗുരുവായൂരാണ് ലൊക്കേഷൻ വരുന്നത്. ഇത് ഷിയ ബട്ടറിൻ്റെ സോപ്പാണ് കേട്ടോ വരുന്നത്. ഇത് വന്നിട്ട് 150 അല്ലേ റേറ്റ് വരുന്നത്, 200 ഷിയ ബട്ടർ വന്നിട്ട് 200 ആണ് റേറ്റ് വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കിന്നിന് ഭയങ്കര സോഫ്റ്റ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സംഭവമല്ലേ. ഓട്സ് ഉള്ളതുകൊണ്ട് ഒരു സ്ക്രബി എഫക്റ്റും കിട്ടും. ഓട്സ് ഉള്ളതുകൊണ്ട് സ്ക്രബി എഫക്റ്റും കിട്ടുന്ന പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഗോട്ട് മിൽക്കിൻ്റെ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഏറ്റവും മൂവിങ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണിത്. നമുക്ക് ഗോട്ട് മിൽക്കും റോസ് പെറ്റലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് ഇത് ചാർക്കോൾ അല്ലേ? യെസ്, ചാർക്കോളും ഷിയ ബട്ടറും ആണത്. അതെ അല്ലേ. ഇതിൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ എന്ത് ടൈപ്പ് ചാർക്കോൾ ആകുമ്പോൾ നമ്മുടെ മുഖത്തുള്ള കരിവാളിപ്പെല്ലാം പോകും, നമുക്കൊന്നും കൂടെ ബ്രൈറ്റൻ ആകും. നമ്മൾ ഡെയിലി മോർണിംഗ് ഇത് നമുക്ക് ഫേസിലും യൂസ് ചെയ്യാൻ പറ്റുന്ന സോപ്സ് ആണ് ഇതെല്ലാം. അപ്പോൾ മോർണിംഗ് തന്നെ നമ്മൾ യൂസ് ചെയ്ത് ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ഉണ്ടാകും. ഇപ്പോൾ നമുക്ക് ചാർക്കോളിൻ്റെ ഫേസ് വാഷ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്താലും മതി. നിങ്ങൾ എന്നെ പോലെ സുന്ദരികളാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സോപ്പ് മേടിച്ച് ഉപയോഗിക്കുക. വേറെ ഒന്നും പറയാനില്ല. അവർ പറഞ്ഞതൊക്കെ കൃത്യമായിട്ട് കേട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ബേബി സോപ്പാണ് അല്ലേ? അതെ, ബേബി സോപ്പാണ്. ഇത് നമുക്ക് ഗോട്ട് മിൽക്കിൻ്റെ ബേസും പിന്നെ നമുക്ക് ജോജോബ ഓയിലാണ് ഇതിലുള്ളത്. അപ്പോൾ ബേബീസിന് കുട്ടികളുടെ സ്കിന്നിന് ഭയങ്കര എക്സാക്ട്ലി യെസ്. അപ്പോൾ നമുക്കിത് കുട്ടികൾക്കാണ് കൂടുതലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. വലിയവർക്കും യൂസ് ചെയ്യാം, പക്ഷേ കുട്ടികൾക്കാണ് കൂടുതൽ. നമുക്ക് എങ്ങനെ സെയിൽ വരുന്നത്? നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജാണോ? അതെ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഉണ്ട്. സോൾ നാച്ചുറൽസ് എന്നാണ് നമ്മുടെ ഇൻസ്റ്റാ പേജിൻ്റെ പേര്. നമ്മൾ ഓൺലൈനായിട്ടും നമുക്ക് കൂടുതലും ഓർഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട് ഓൾ ഓവർ കേരള. യെസ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോൾ നാച്ചുറൽസ് എന്നാണ് പേര് വരുന്നത്. ZOUL. ഓക്കെ, സ്പെല്ലിങ് പറ്റില്ല.
ഇത് വന്നിട്ട് നമ്മളുടെ ഓറഞ്ച് ഇത് ഓറഞ്ച് പീലാണ്. ഓറഞ്ച് പീൽ എടുത്തിട്ട് നമ്മൾ അതിനെ ഉണക്കിയിട്ട് നമ്മൾ അതിനെ പൊടിച്ചിട്ട് ആഡ് ചെയ്തിട്ട് ഗ്ലിസറിൻ എല്ലാം ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാം ഓരോരുത്തരും നല്ല ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നീം ആൻഡ് ടേർമറിക് ആണ്. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള ടേർമറിക്കും നീമും എല്ലാം എടുത്തിട്ട് പൊടിച്ചിട്ട് നമ്മൾ അതിൻ്റെ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് അലോവേരയാണ്. അതെ, അലോവേര ആൻഡ് ഓറിഗാനോ. നല്ല സ്മെല്ലായിരിക്കും. അതെ, എല്ലാത്തിനും നല്ല സ്മെല്ലാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. നന്നായി ലാസ്റ്റ് ചെയ്യുന്നു തോന്നുന്നു. വേറെ എന്തെങ്കിലും നമുക്ക് പ്രോഡക്ട്സ് ഉണ്ട് സോപ്പ് അല്ലാതെ വേറെ എന്തെങ്കിലും? നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സോപ്പ് വെച്ചിട്ടാണ്. പക്ഷെ നമ്മൾ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് വാഷും ഷാംപൂസ് അതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾ തുടങ്ങാനുള്ള റീസൺ എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? ആർക്കെങ്കിലും സ്കിൻ ഡിസീസ് വരിക അല്ലെങ്കിൽ കുട്ടികളെ കെയർ ചെയ്യുക? ഉമ്മയില്ല അല്ലേ? ഉമ്മയാണ് ഇതിൻ്റെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ മോൻക്ക് സ്കിൻ ഡിസീസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉമ്മ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഉമ്മക്കൊരു ഹോബിയായി. പിന്നെ ഞങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തു. എന്തായാലും സ്റ്റാർട്ട് ചെയ്തു, നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ ഫാമിലിയിൽ എല്ലാവരും ഇതന്നെ യൂസ് ചെയ്തത്. ഞാനിവിടെ വന്നിട്ട് ഇതിന് മുമ്പ് ഓരോരുത്തരുടെ പ്രോഡക്റ്റ്സ് വാങ്ങിച്ചിട്ട് ഇപ്പോഴും ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്തത്. നെക്സ്റ്റ് എന്തായാലും നമുക്ക് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സോൾ നാച്ചുറൽസിനെ എല്ലാവരും ഇൻസ്റ്റാഗ്രാം പേജിൽ സപ്പോർട്ട് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ പ്രോഡക്റ്റ്സ് ഞാൻ വാട്സപ്പ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. കാർഡിൽ വാട്സപ്പ് നമ്പർ ഇല്ലേ, അത് നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വന്നിട്ടുള്ളത് കാദംബരി എന്ന് പറഞ്ഞ സ്റ്റോറിലാണ് കേട്ടോ. ഇപ്പോൾ ചേച്ചിയുടെ ഷോപ്പിൽ, അതായത് വാട്സപ്പ് ത്രൂ ഉള്ള കോൺടാക്റ്റിലാണ് ആൾ പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നത്. നമ്മുടെ എറണാകുളം ഷേണായിസിൻ്റെ അവിടെയാണ് ആളുടെ ലൊക്കേഷൻ വരുന്നത്. നമുക്ക് ആരെങ്കിലും വീട്ടിലേക്ക് വന്നിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അപ്പോൾ വാങ്ങണം എന്നുള്ളവർക്ക്, ഇപ്പോൾ എറണാകുളത്തുള്ളവർക്കാണെങ്കിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക,